മഴതോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചാച്ചനെ ഒന്ന് നേരിട്ട് കാണണമെന്നും നേരിൽ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചാച്ചനെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. പറഞ്ഞ പോലെ തന്നെ അതിരാവിലെ തന്നെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ചാച്ചൻ എത്തുകയും ചെയ്തിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചാച്ചനും അലീനയും വീട്ടിലെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് സംസാരം തുടങ്ങുന്നത്. എന്നാൽ അതിനിടയിൽ റാണിമോളുടെ കാര്യം എടുത്തിടുകയും റാണിമോളുടെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുകയും സ്റ്റാൻലി ചെയ്തു. അതോടുകൂടി ചാച്ചൻ്റെ മുഖഭാവവും സ്വഭാവവും ഒക്കെ മാറി തുടങ്ങി. സംസാര രീതിയും വളരെ ദേഷ്യത്തോടു കൂടിയുമായി. ഇത് കാണുന്ന അലീന ചാച്ചനോട് പറയുന്നുണ്ട്, ഞങ്ങളത് ചോദിച്ചപ്പോഴേക്കും ചാച്ചൻ എന്തിനാണ് ഞങ്ങളോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നത്? നമ്മുടെ റാണി ആൻറ്റിയുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയല്ലേ ഞങ്ങളിതൊക്കെ ചോദിച്ചറിയുന്നത് ചാച്ച എന്ന് പറയുമ്പോൾ ചാച്ചൻ പറയാണ്, അതൊക്കെ അവസാനിപ്പിച്ചതല്ലേ, പിന്നെ നിങ്ങളെല്ലാവരും കൂടി വീണ്ടും കുത്തിപ്പൊക്കി അവളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത്? അലീനയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചാച്ചൻ പറയാണ്, അവളുടെ ജീവിതം മടക്കി കൊണ്ടുവന്നത് നീയാണ്. ആ നീ തന്നെ വീണ്ടും അവളെ ആ പടുകുഴിയിലേക്ക് തള്ളിയിടാനാണോ നോക്കുന്നത്? അങ്ങനെ ഒരു കുഞ്ഞിനെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ അവളോടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ചാച്ചൻ ഉദ്ദേശിക്കുന്നത് പോലെ അവളുടെ കുഞ്ഞിനെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ കുഞ്ഞും അവളും അങ്ങ് ജീവിച്ച് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കട്ടെ എന്നൊന്നുമല്ല ഞങ്ങൾ കരുതുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ നല്ല രീതിക്ക് തന്നെ ടോണിയുമായിട്ട് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയും. അതിന് ആ കുഞ്ഞിനെ തിരിച്ച് കിട്ടണം. ആ കുഞ്ഞിൻ്റെ കുടുംബക്കാർക്ക് കൈമാറുന്നതിനോടൊപ്പം തന്നെ ടോണിയുമായി സംസാരിച്ച് നമുക്ക് റാണിയുടെയും ടോണിയുടെയും ജീവിതവും നല്ല രീതിക്കാക്കാൻ നമുക്ക് ശ്രമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചാച്ചൻ ഒന്നും തന്നെ മറുപടി നൽകുന്നില്ലെന്ന് മനസ്സിലാക്കി സ്റ്റാൻലി ഒരിക്കൽ കൂടി ചാച്ചനോട് ചോദിക്കുകയാണ്, ചാച്ചൻ എന്താണ് ഇത്രയ്ക്കൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും തിരിച്ചൊരു മറുപടിയും നൽകാത്തതെന്ന്. അപ്പോൾ ചാച്ചൻ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തു മറുപടിയാണ് തരേണ്ടത്? അതല്ലേ ചാച്ച പറഞ്ഞത്, ആ കുഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞു തരണം, ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഇത് കേൾക്കുന്ന ചാച്ചൻ പറയുന്നുണ്ട്, മരിച്ചുപോയ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ മാത്രമുള്ള ദിവ്യശക്തിയൊന്നും എനിക്ക് കർത്താവ് നൽകിയിട്ടില്ലെന്ന്. ചാച്ചനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി കേട്ട സ്റ്റാൻലിക്കും അലീനയ്ക്കും പിന്നെ എന്ത് തിരിച്ച് പറയണമെന്ന് പോലും അറിയാതെയായി. വളരെ അതിശയപൂർവ്വം സ്റ്റാൻലിയും അലീനയും ചാച്ചനെ നോക്കി നിൽക്കുകയാണ്. അലീന തൊണ്ടയിടറിക്കൊണ്ട്, മരിച്ചു പോയെന്നോ? ചാച്ചൻ എന്താണ് ഈ പറയുന്നതെന്ന്. സ്റ്റാൻലി ആ ഞെട്ടൽ ഉള്ളിൽ ഉൾക്കൊണ്ട് തന്നെ കൈയടിച്ചുകൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, കൊള്ളാം ചാച്ച, കൊള്ളാം. ചാച്ചനിൽ നിന്നും ഇത്രയ്ക്കങ്ങ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഞെട്ടി ചാച്ചൻ്റെ ഈ മറുപടി കേട്ടിട്ട്. ചാച്ചൻ ഇനി എന്തൊക്കെ കള്ളങ്ങളാണ് ഞങ്ങളോടെല്ലാവരോടും പറയാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്? അതോ ഇങ്ങനെ സ്പോട്ടിൽ കള്ളക്കഥകൾ ഉണ്ടാക്കി പറയുന്നതാണോ? അല്ല, ഒരിക്കൽ ടോണി വന്ന് ചോദിച്ചപ്പോൾ ഏതോ ലിറ്റിൽ ഫ്ലവർ കോൺവെൻ്റ് എന്ന് പറഞ്ഞ് അവനെ അങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നും. ഇതിലേത് സത്യമാണ് ചാച്ച ഞങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും ചാച്ചൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്റ്റാൻലി പിന്നാലെ ചെന്നെങ്കിലും ചാച്ചൻ കാറിൽ കയറി കാറിൻ്റെ ഡോറ് വലിച്ചടച്ചു. സ്റ്റാൻലി ചാച്ചൻ്റെ കാറിന് മുമ്പിലായി വട്ടം നിന്നപ്പോഴേക്കും അലീന ചെന്ന് ചാച്ചനെ പിടിച്ചു വലിച്ചു മാറ്റി. അലീന ആകെ കരയുകയായിരുന്നു. സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കുഞ്ഞെ നിന്ന് കരയുന്നത്? ചാച്ചനാ പറഞ്ഞ വാക്കുകളൊക്കെ സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ടിട്ട് നിനക്ക് തോന്നിയോ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടെന്ന്? സ്റ്റാൻലി അവളെ സമാധാനിപ്പിച്ചു. ഒരിക്കലുമില്ല അലീന, ആ കുഞ്ഞ് ഒരിക്കലും മരിച്ചു പോയിട്ടില്ല. ആ കുഞ്ഞ് ജീവനോടുകൂടി ഉണ്ടെന്നുള്ളത് ചാച്ചൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നുവെങ്കിൽ ചാച്ചൻ എത്രയോ കൂളായിട്ട് നമ്മുടെ മുമ്പിൽ അതെപ്പോഴേ പറഞ്ഞ് അവസാനിപ്പിച്ചേനെ. അത് കാരണസഹിതം നമ്മളുടെ മുമ്പിൽ ചാച്ചൻ മുന്നേ അത് നിരത്തി വെക്കുകയും ചെയ്തേനെ. ഇതൊന്നും ചാച്ചൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചിട്ടില്ല. അന്ന് ടോണി വന്നപ്പോഴും ചാച്ചൻ അത് തെളിവ് സഹിതം നിരത്താമായിരുന്നു. അതോടുകൂടി എല്ലാവരും അടങ്ങി തിരിച്ചു പോകുമെന്ന് ചാച്ചൻ ഉറപ്പല്ലേ?
ഇതിപ്പോൾ ചാച്ചൻ ആലോചിച്ച് കണ്ടെത്തിയ ഒരു മറുപടിയാണ് അലീന. നീ ഇതോ ഓർത്ത് വിഷമിക്കരുത്. ഇതോടുകൂടി ഞാനൊരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി അവളുടെ ആ കുഞ്ഞിനെ കണ്ടെത്തി അവളെ ഏൽപ്പിച്ചിട്ട് തന്നെ ബാക്കി എന്ത് കാര്യത്തിനും സ്റ്റാൻലി ജോസഫ് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. കൊട്ടാരമറ്റത്തിൽ ഔതുക്കുട്ടി ചെയ്തു പോയ ഒരു തെറ്റ് തിരുത്താൻ ഈ സ്റ്റാൻലി ജോസഫ് ഔതുക്കുട്ടിയുടെ മകന് സാധിച്ചാൽ അത് കർത്താവ് അങ്ങ് പുറത്തുകൊള്ളുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനു മുമ്പ് റാണിമോളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. ചാച്ചൻ്റെ കൂടെ ഇനി അവളെ അവിടെ നിർത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇന്ന് അവൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ചാച്ചനൊപ്പം കഴിയുന്ന അവിടെ ഓരോ നിമിഷവും അവൾ പഴയതിനേക്കാളും വഷളായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിനി നമുക്ക് നിർത്തിക്കൂടാ. നീ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. ചാച്ചൻ എന്തായാലും അവിടെ എത്താൻ ഒരുപാട് ലേറ്റാവും. കാരണം ചാച്ചൻ ഇനി ഇവിടെ നിന്നും ചാച്ചൻ്റെ ഫാക്ടറിയിലൊക്കെ പോയിട്ടേ ചാച്ചൻ തറവാട്ടിലേക്ക് പോവുള്ളൂ. അതിനു മുമ്പ് നമുക്ക് പോയി റാണിമോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് സ്റ്റാൻലി അലീനയോട് പറയുകയാണ്. സ്റ്റാൻലിയുടെ മുഖത്തെ ആ വാശിയും വൈരാഗ്യവും ഒക്കെ കണ്ട് അലീന ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. അലീനയുടെ മുഖത്തെ 2 തട്ട് തട്ടിയിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ അതിശയപൂർവ്വം എന്നെ നോക്കി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അതോ ഇനിയും ഞാൻ പറയണമെന്നുണ്ടോ എന്ന്? അപ്പോൾ അലീന പറഞ്ഞു, ഇല്ല പപ്പ, ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാം. പക്ഷേ പപ്പ, എനിക്കൊരു സംശയം. ഇതൊക്കെ ഞാൻ വരുത്തി വെച്ചതാണോ എന്ന്. ഇനി ഇതിനു പുറമെ നിങ്ങൾ പപ്പയും മകനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു എന്ന് അലീന പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അലീന. അതിനെ ആരാണ് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നത് ഒരു പക്ഷേ എൻ്റെ ചാച്ചൻ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ആരും വരില്ല. നീ അതാലോചിച്ച് പേടിക്കൊന്നും വിഷമിക്കാനൊന്നും നിൽക്കണ്ട. നീ പോയി റെഡിയാവാൻ നോക്ക്. അലീന തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോഴും അലീനയുടെ ഉള്ളാകെ പിടയ്ക്കുകയായിരുന്നു. താൻ കാരണം ഇവിടെയും ഒരു പ്രശ്നം, ദൈവമേ അതിനിട വരുത്തരുതേ എന്ന് അലീന മനസ്സുരുക്കി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടി അലീന മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, ഇല്ല, താൻ കാരണമല്ല, താൻ അതിനു മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് താനിപ്പോൾ ശ്രമിച്ചതെന്ന് അവളുടെ മനസ്സിലിരുന്ന് അവളോടായി ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. ആ വാക്കുകൾ അവളിൽ സ്വയം സമാധാനം കണ്ടെത്താൻ അലീന ശ്രമിച്ചു. അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പപ്പയുടെ അരികിലേക്ക് ചെന്നു. പപ്പ തൻ്റെ ജീപ്പിനരികിൽ അവളെയും കാത്തു തന്നെ നിൽക്കുകയായിരുന്നു. പപ്പ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ആ മുഖത്ത്. ടെൻഷനോടൊപ്പം വാശിയും വൈരാഗ്യവും ആ മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. അലീനയ്ക്ക് എന്തെന്നില്ലാത്ത ആ ടെൻഷൻ വീണ്ടും തോന്നി തുടങ്ങി. പപ്പയോടായി അവൾ ചോദിച്ചു, ഈ തീരുമാനം വേണോ പപ്പ? നമുക്ക് ചാച്ചനോട് സമാധാനപൂർവ്വം സംസാരിച്ചിട്ട് റാണി ആൻറ്റിയെ ഇവിടേക്ക് കൊണ്ടുപോന്നാൽ പോരെ? ഇതുവരെയും പപ്പ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാത്തതല്ലേ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതും ചാച്ചൻ്റെ അനുവാദമില്ലാതെ തന്നെ ചെയ്യുമ്പോൾ ചാച്ചൻ എന്തെങ്കിലും മനോവിഷമമുണ്ടാവും. അതിന് നമുക്ക് ഇടവെക്കണോ എന്ന് അലീന തൻ്റെ പപ്പയോടായി ചോദിക്കുകയാണ്. സ്റ്റാൻലി അതിന് മറുപടി ഒന്നും പറയാതെ അവളോട് പറഞ്ഞു, നീ വന്ന് ജീപ്പിൽ കയറാൻ നോക്കുന്ന്. അവരുടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത ശബ്ദം കേട്ട് ആൻ്റിപ്പേട്ടൻ ഓടി വരുന്നുണ്ടായിരുന്നു. വന്ന ഉടനെ അദ്ദേഹം ചോദിച്ചു, എവിടേക്കാണ്? ഒന്നും പറഞ്ഞില്ലല്ലോ കേണൽ സാബ്. എല്ലാം നിന്നോട് പറഞ്ഞിട്ട് വേണോ? ഞാനെന്തായാലും എൻ്റെ മകളെയും കൂട്ടിയല്ലേ പോകുന്നത്. നീ എന്തായാലും കാത്തിരിക്കേ, പോയി വന്നതിന് ശേഷം അറിയിച്ചോളാം. എന്താ പോരെ എന്ന് അതേ ഗൗരവത്തോട് തന്നെ ചോദിക്കുകയാണ്. അദ്ദേഹം പിന്നെ തിരിച്ചൊന്നും പറയാൻ നിന്നില്ല. കാരണം തൻ്റെ സാബ് വളരെ ദേഷ്യത്തിലാണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായി. ജീപ്പിൻ്റെ സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഉള്ളിലെ ഭയം കൂടിക്കൊണ്ടേയിരുന്നു. അലീന കണ്ണുകൾ അടച്ച് ആ ജീപ്പിൽ മിണ്ടാതെയിരുന്നു. കാരണം ഈ സമയത്ത് തൻ്റെ പപ്പയോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. പപ്പ വളരെ ദേഷ്യത്തിലും മനോവിഷമത്തിലുമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം കൊട്ടാരമറ്റം തറവാടിൻ്റെ ഗേറ്റ് കടന്ന് സ്റ്റാൻലിയുടെ ജീപ്പ് അകത്തേക്ക് കയറി. സ്റ്റാൻലി ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. അലീന പതിയെ ഇറങ്ങിച്ചെന്നു. ജീപ്പിൻ്റെ ശബ്ദം കേട്ട് ആൻസി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആൻസി ഇവരെ കണ്ടതും പെട്ടെന്ന് പറഞ്ഞു, അയ്യോടാ, നിങ്ങളിങ്ങെത്തിയോ? അപ്പോൾ ചാച്ചൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ചാച്ചൻ അതിവെളുപ്പിനെ പോയതാണല്ലോ ഇവിടെ നിന്ന്. അപ്പോൾ അലീന പറഞ്ഞു,
ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി. ചാച്ചൻ വന്നിട്ട് ഫാക്ടറിയിലോ മറ്റോ പോയതാണ്. അപ്പോഴേക്കും സ്റ്റാൻലി ആൻസിയോട് മറുപടിയൊന്നും പറയാതെ തന്നെ അകത്തേക്ക് ഓടിക്കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ആൻസിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അലീനയോടായി ആംഗ്യ ഭാഷയിൽ ആൻസി ചോദിച്ചു എന്തു പറ്റിയെന്ന്. അലീനയും അതേ മറുപടി തന്നെ കൊടുത്തു, ഒന്നുമില്ലെന്ന്. നേരെ ചെന്ന് കയറിയത് റാണിമോളുടെ മുറിയിലേക്കായിരുന്നു. റാണിമോളോടായി സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? എൻ്റെ വീട്ടിൽ അലീനയ്ക്കൊപ്പം നിനക്ക് നിൽക്കാനുള്ള എല്ലാ സൗകര്യവും ഞാനവിടെ ഒരുക്കിത്തരാം. നീ എൻ്റെ കൂടെ പോരാൻ തയ്യാറാണോ എന്ന്. റാണിമോൾ ഇത് കേൾക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. തനിക്ക് വളരെ പ്രിയപ്പെട്ട 2 ബുക്കുകൾ മാത്രം അവൾ നെഞ്ചോട് അടക്കി പിടിച്ചു. ഇത് കണ്ട് സ്റ്റാൻലിക്ക് ചിരിയാണ് വന്നത്. സ്റ്റാൻലി ചോദിച്ചു, ഇപ്പോഴും നോർമലായിട്ടില്ലേ എന്ന്. അവളും ചിരിച്ചുകൊണ്ട് തന്നെ സ്റ്റാൻലിക്ക് മറുപടി നൽകി, നോർമലാവാഞ്ഞിട്ടല്ല ചാച്ച, ഇച്ചായനല്ലേ എന്നോട് പറഞ്ഞത് എനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇച്ചായൻ ഒരുക്കി തരാമെന്ന്. ഈ ബുക്കുകൾ ഒഴിച്ച് എല്ലാം ചാച്ചൻ എനിക്ക് ഒരുക്കി തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ്. എങ്കിലേ അതൊന്നും കരുതണ്ട. കുറച്ച് ഡ്രസ്സുകളും കൂടി പാക്ക് ചെയ്തെടുത്തേക്ക്. ഞാൻ നിൻ്റെ അരികിലേക്ക് അലീനയെ അയക്കാമെന്ന് പറയാണ്. ചാച്ച, ഒരു സംശയം. മുറിയിൽ നിന്നും ഇറങ്ങി നടക്കാൻ നേരത്ത് പിന്നിൽ നിന്നും വിളിക്കുകയാണ് റാണിമോള്. സ്റ്റാൻലി, എന്താ നിൻ്റെ സംശയം? അല്ല, എന്നെ ഇവിടെ നിന്നും ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല. പുറന്തള്ളിയ പോലെ ഈ മുറിക്കകത്തിടാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. പിന്നെ എന്താണ് പെട്ടെന്നിങ്ങനെ ചാച്ചൻ എന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോവാൻ ഒരു സംശയം, അത്രയേ ഉള്ളൂ. അതൊന്നുമില്ല മോളെ. അവിടെ അലീനയ്ക്ക് ഒരേ നിർബന്ധം. അവൾ അവിടെ തനിച്ചല്ലേ, നിന്നെ കൂടി അവൾക്ക് കൂട്ട് വേണമെന്ന്. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് പറയാം. നമ്മുടെ ചാച്ചനോടായി ഞാൻ സമ്മതമൊന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അതിനെന്തിനാ ചാച്ചൻ്റെ സമ്മതം? ഞാൻ ഇച്ചായൻ്റെ ഒപ്പമല്ലേ വരുന്നത്. എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്നിരുന്ന അലമാരിയുടെ മുകളിൽ നിന്നും ഒരു ബാഗ് വലിച്ചെടുത്ത് തനിക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ അതിൽ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് സ്റ്റാൻലിക്കും വളരെ സന്തോഷം തോന്നി. അവളൊരു വിളിക്കായി കാത്തിരിക്കുകയായിരുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് ആ നിമിഷം ഒരു മനോവിഷമം തോന്നി. ഇത്രയും കാലങ്ങളായിട്ട് തനിക്കതിന് തോന്നിയില്ലല്ലോ എന്നും. താൻ പെട്ടെന്ന് തന്നെ അലീനയ്ക്ക് അരികിലേക്ക് ചെന്നു. അലീനയും ആൻസിയും അവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. അലീന, ദേ അവിടെ റാണിമോള് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അവൾക്ക് ആ ബാഗിൽ ഡ്രസ്സുകളൊക്കെ ആക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. ഇത് കേൾക്കുന്ന ആൻസി ലാലിച്ചായനോടായി ചോദിക്കുന്നുണ്ട്, ഇച്ചായൻ എവിടേക്കാണ് അവളെ കൊണ്ടുപോകുന്നേ? എൻ്റെ വീട്ടിലേക്ക്. അല്ലാതെ പിന്നെ അവളെ ഞാൻ എവിടേക്ക് കൊണ്ടുപോകാനാ? അല്ല ഇച്ചായ, ഇതുവരെ അങ്ങനെ കൊണ്ടുപോവാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഏയ് നീയേ, നമ്മുടെ ചാച്ചൻ വന്നാൽ അവളെ ചോദിക്കുകയാണെങ്കിൽ എന്നല്ല, അദ്ദേഹം വന്നു കഴിയുമ്പോൾ നീ പറയണം, ഞാൻ വന്നിരുന്നു, അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പുനലൂർക്ക് കൊണ്ടുപോയെന്ന്. അപ്പോൾ ഇച്ചായൻ ചാച്ചനോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറയാനും സമ്മതം ചോദിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അദ്ദേഹത്തോട് നീ തന്നെ പറഞ്ഞാൽ മതിയെന്ന് സ്റ്റാൻലി ജോസഫ് ആൻസിയോടായി പറയുകയാണ്. ആൻസിക്ക് വീണ്ടും സംശയമായി. ആൻസി ലാലിച്ചായനോടായി ചോദിക്കുകയാണ്, അല്ലിച്ചായ, ആരോടും ഒന്നും പറയാതെയാണോ അവളെ കൊണ്ടുപോകുന്നത്? ഇത് കൊള്ളാലോ. എൻ്റെ സഹോദരിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ആരുടെയൊക്കെ സമ്മതം വേണമെന്നാണ് ആൻസി ഉദ്ദേശിക്കുന്നത്? അയ്യോ ലാലിച്ചായ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അല്ല, ഇവിടെ നിന്നും ആരും അവളെ അങ്ങനെ കൊണ്ടുപോയൊന്നും നിർത്താറില്ലല്ലോ. പിന്നെ ഇച്ചായൻ തന്നെ പറയുകയും ചെയ്തു, ചാച്ചൻ വന്ന് ചോദിക്കുമ്പോൾ അവളെ ഇച്ചായൻ കൊണ്ടുപോയെന്ന് പറയണമെന്ന്. അപ്പോൾ അതിലൊക്കെ എന്തോ ഉള്ളതുപോലെ. പിന്നെ അലീനയുടെയും നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതൊക്കെ ആൻസി അറിയേണ്ട സമയത്ത് തന്നെ അറിഞ്ഞോളും. എന്തായാലും ഞാൻ പറഞ്ഞിപ്പോൾ തൽക്കാലം ആൻസി ഒന്നും അറിയാൻ പോകുന്നില്ല. അവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ തന്നെ അലീനയും റാണിമോളും അവളുടെ കയ്യിലൊരു ബാഗുമായി തിരിച്ചു വരികയാണ്. അലീന ആൻസിയോടായി ചെന്ന് പറയുന്നുണ്ട്, ആൻറ്റി, കുട്ടികൾ വരുമ്പോൾ പറയണേ ഞാൻ വന്നിരുന്നു, റാണി ആൻറ്റിയെ കൊണ്ടുപോയെന്നൊക്കെ. ഞാൻ പിന്നെ അവരുമായി കളിക്കാനൊക്കെ പിന്നെ ഒരു ദിവസം വരാമെന്നും ആൻറ്റി അവരോട് പറഞ്ഞേക്കണം. ഇനി
റാണി ആൻറ്റിയെ കൊണ്ടുപോയെന്നും കൂടി കാണുമ്പോൾ കുട്ടികൾക്കും വലിയ വിഷമാവുമല്ലേ എന്ന് പറയുകയാണ് അലീന. ഇത് കേൾക്കുന്ന ആൻസിയും പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് ഈ ആലോചിച്ച് നിൽക്കുന്നത്. കുട്ടികളിപ്പോൾ വല്ലാത്ത വിഷമത്തിലായിരിക്കും. ഒരിക്കൽ പോലും ലാലിച്ചായൻ്റെ വീട്ടിലേക്ക് അവർ വരണമെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമോന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ച് നിൽക്കുന്നതെന്ന് ആൻസി പറയുകയാണ്. അലീന പറയുന്നുണ്ട്, കുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ എന്നെ വിളിച്ചേക്കണേ, ഞാൻ വന്ന് അവരെ കൊണ്ടുപോവാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റാണി മോളും ആൻസിയോട് ചെന്ന് യാത്രയൊക്കെ പറഞ്ഞ് അവർ ചെന്ന് സ്റ്റാൻലിയുടെ ജീപ്പിലേക്ക് കയറുകയാണ്. അങ്ങനെ അവർ മൂവരും സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ സ്റ്റാൻലി റാണിമോളോടായി പറയുന്നുണ്ട്, റാണിമോൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നുമോ എന്ന്. റാണിമോൾ പറയുന്നുണ്ട്, ഇല്ലിച്ചായ, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ. നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ റാണി വളരെ വിഷമത്തോടു കൂടി തന്നെ എങ്കിലും എന്തോ ഒരു ധൈര്യം കൈവന്ന പോലെയാണ് അവൾ സംസാരിക്കുന്നത്. ഉണ്ടല്ലോ ഇച്ചായ, അത്യാവശ്യം നല്ല ഓർമ്മകളുണ്ടല്ലോ. ഒരു 5-8 മാസം വരെ അവൾ എൻ്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ. പക്ഷേ നമ്മുടെ വീട്ടിലും നമ്മുടെ തറവാട്ടിലൊന്നും ആയിരുന്നില്ലെന്ന് മാത്രം. ഞങ്ങൾ മറ്റൊരു വീട് ചാച്ചനെടുത്തിട്ട് അവിടെയല്ലായിരുന്നോ ഡെലിവറിയൊക്കെ നടന്നത്. അവിടെ നിന്നും കുഞ്ഞുമായിട്ട് ഞാനിവിടേക്ക് പോരുന്നതിനിടയിലാണ് ചാച്ചൻ എന്നോട് കുഞ്ഞിനെ മറ്റൊരിടത്തേക്ക് മാറ്റുകയാണെന്നും നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കാര്യങ്ങളിനി ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു ഉറപ്പുമ്പോൾ തന്നെയായിരുന്നല്ലോ ഡെലിവറി നടന്നതും. അല്ലെങ്കിൽ അവരെൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന വാശിയിൽ തന്നെയായിരുന്നു. അവർക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കണമെന്ന് എനിക്കും തോന്നി. പക്ഷേ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. അവരെൻ്റെ വാക്കുകൾ പാലിക്കാൻ നിന്നില്ല. അവർക്ക് അവരുടെ ആത്മാഭിമാനം മാത്രമായിരുന്നു അവർ വില വെച്ചത്. എന്നെ വിവാഹം കഴിച്ച് അയച്ചപ്പോഴേക്കും അവർ ആ കുഞ്ഞിനെ അവരുടെ തലയിലെ ഒരു ഭാരമിറക്കി വെക്കുന്നത് പോലെ വളരെ നിസ്സാരമായിട്ട് ആ കുഞ്ഞിനെ അങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നില്ലേ. എന്നോടൊരു വാക്കുപോലും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ആ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവൾ സുഖമായിരിക്കുന്നു, നീ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുപോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും അതൊക്കെ ആലോചിച്ച് അവിടെ വളരെ സന്തോഷവതിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ എൻ്റെ കുഞ്ഞ് ഒരു അനാഥാലയത്തിൽ വളരെ അനാഥത്വമായി ജീവിക്കുകയാണെന്നറിഞ്ഞിട്ടും ഒരമ്മയായ ഞാൻ അവിടെ സന്തോഷിച്ച് ജീവിക്കുകയായിരുന്നല്ലോ അതേ സമയത്തെന്നൊക്കെ ആലോചിച്ച് എനിക്ക് വല്ലാത്ത എന്താ പറയേണ്ടത്, എൻ്റെ മനസ്സ് എന്നിൽ തന്നെ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് റാണിമോളുടെ അവസ്ഥ ഇനിയും പഴയതുപോലെ ആവുമോ എന്ന് ചിന്തിച്ച് അലീനയ്ക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. അലീന റാണിയോടായി പറയുന്നുണ്ട്, വേണ്ട, ഇനി പഴയ കാര്യങ്ങളൊന്നും പറയണ്ട. ഒരു സന്തോഷമുള്ള കാര്യം പറയാം. ഞാനും പപ്പയും കൂടി ഇന്നലെ മാമച്ചായനെയും ഗ്രേസമ്മാൻ്റിയെയും കാണാൻ പോയിരുന്നു. മനസ്സിലായില്ലേ, ജിജോ ചേട്ടൻ്റെ വീട്ടിൽ. ഇത് കേട്ടതും റാണിമോളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷവും ചിരിയും കലർന്ന എന്നാൽ അതിലേറെ വിഷമവും. എങ്കിലും വളരെ ആകാംക്ഷയോടു കൂടി അവൾ ചോദിച്ചു, അതെയോ, എന്നിട്ട് ആൻറ്റിയെയും അങ്കിളിനെയും ഒക്കെ കണ്ടായിരുന്നോ? കണ്ടു. ഞങ്ങൾ രാവിലെയാണ് പോയത്. വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്തു. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നെ ലാലിച്ചായനില്ലേ, അതായത് ആൻറ്റിയുടെ മൂത്ത സഹോദരൻ, എൻ്റെ പപ്പ, അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അവരുടെ പേരക്കുട്ടിയെ അവർക്ക് കണ്ടെത്തി അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ പറഞ്ഞോ? അതേന്നേ, അങ്ങനെ പറഞ്ഞു. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ റാണി ആൻറ്റിയെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ആൻറ്റി, ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ആൻറ്റി സമ്മതിക്കുമോ? തീർച്ചയായും സമ്മതിക്കും അലീന. അന്നേ അത് ചെയ്യേണ്ടതായിരുന്നു. ആ കുഞ്ഞിൻ്റെ പൂർണ്ണ അവകാശം അവർക്ക് തന്നെ കൊടുക്കേണ്ടതായിരുന്നു. അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കിനി ആരാ ഉള്ളത്? അതന്നേ ഞാൻ പറയേണ്ടതായിരുന്നു. എങ്കിലിങ്ങനെയൊന്നും വരില്ലായിരുന്നു അല്ലേ? ഞാൻ ടോണിയുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലാൻ പാടുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ കുഞ്ഞും ഗ്രേസ് അമ്മാൻ്റിയുടെയും മാമച്ചായൻ്റെ ഒപ്പം ജീവിച്ചിരുന്നുവെങ്കിൽ എന്നെയും കുഞ്ഞിനെയും ഒരു പൊന്നുപോലെ നോക്കുമായിരുന്നു. ഇവിടെ ആർക്കും ഞാനൊരു ബാധ്യതയാവില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ആൻറ്റി ആർക്കും ഒരു ബാധ്യതയല്ല, ഇതൊക്കെ ഇവരുടെ കടമയല്ലേ, അതൊക്കെ അവർ നിറവേറ്റണ്ടേ?
അതുമാത്രമാണ് അവരിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരേ ചിന്തകൾ? അലീനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സ്റ്റാൻലിയും പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. ആ കുഞ്ഞിനെ അവർക്ക് നൽകിയിട്ട് നീയും ടോണിയുമായിട്ട് നല്ലൊരു ജീവിതം വീണ്ടും ജീവിച്ചു തുടങ്ങണം. നിനക്ക് കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ വന്ന് കുഞ്ഞിനോടൊപ്പം 1-2 ദിവസമൊക്കെ നിൽക്കാനും അതിനുള്ള സമ്മതമൊക്കെ ടോണിയിൽ നിന്നും വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ ആവുമ്പോൾ വളരെ നല്ല സന്തോഷത്തോടു കൂടി നിനക്കും കുഞ്ഞിനും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് നിനക്കും ടോണിക്കും നിങ്ങളുടേതായ കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോഴും നിൻ്റെ ആ മകൾ അവളുടെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ വളരും എന്നൊക്കെ സ്റ്റാൻലി വളരെ നിസ്സാരമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ നടപടിയാകുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കുകയായിരുന്നു. സ്റ്റാൻലി തന്നെ അവളോട് പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പം തന്നെ നടത്തി തരാമെന്നല്ല, അതിനൊക്കെ ഒരുപാട് കടമ്പകൾ നമ്മൾ മുന്നോട്ട് കടന്നു പോവാനുണ്ട്. അതിനൊക്കെ നിൻ്റെ സഹായം എനിക്ക് കൂടിയേ തീരും. ഒരിക്കൽ കൂടി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ റാണിമോളെ, നിനക്ക് ആ കാര്യത്തിൽ പപ്പയോട് ദേഷ്യമുണ്ടോ? നമ്മുടെ ചാച്ചനോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും എനിക്ക് ദേഷ്യമാണ്. കാരണം ലാലിച്ചായനൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? എന്നിട്ടും എന്തിനായിരുന്നു ആ കുഞ്ഞിനെ അങ്ങനെ ഒരു അനാഥാലയത്തിലേക്ക് എറിഞ്ഞു വിടേണ്ട ആവശ്യം? അത് നിങ്ങളെല്ലാവരും കൂടി വരുത്തി വെച്ചതല്ലേ. എനിക്കെല്ലാവരോടും ആ കാര്യത്തിൽ ദേഷ്യം തന്നെയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ. ഇനി എനിക്ക് ലാലിച്ചായം പറഞ്ഞ പോലെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ, എല്ലാം നല്ല രീതിക്കായാൽ ഞാൻ വളരെ സന്തോഷവതിയായിരിക്കുമെന്നൊക്കെ റാണിമോള് ലാലിച്ചായനോട് പറയാണ്. ലാലിച്ചായൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് ചോദിക്കട്ടെ. എൻ്റെ വീട്ടിൽ നീ വന്ന് നിൽക്കുമ്പോൾ ഇന്നോ നാളെയോ നമ്മുടെ ചാച്ചൻ വന്ന് നിന്നെ തറവാട്ടിലേക്ക് വിളിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന്. ഇത് കേൾക്കുന്ന റാണിക്ക് വല്ലാത്ത സംശയം തോന്നുകയാണ്. അപ്പോൾ റാണിമോള് പറയുന്നുണ്ട്, അത് ഞാൻ കുറച്ച് ദിവസം ലാലിച്ചായൻ്റെ ഒപ്പം നിന്നിട്ട് വരാമെന്ന് പറയാം. എന്താ അങ്ങനെ പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല, ചാച്ചൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുന്നത് നിർബന്ധമായിട്ടും അദ്ദേഹം നിന്നെ കൊണ്ടുപോവാൻ തന്നെയായിരിക്കും. അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുകയാണ് സ്റ്റാൻലി. അപ്പോൾ റാണിമോൾക്ക് വല്ലാത്തൊരു സംശയമായി. റാണിമോൾ അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല. കാരണം ചാച്ചൻ പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒന്നും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഈ കഥകളൊക്കെ അറിഞ്ഞ് ദേഷ്യം വന്നിട്ടാണ് ലാലിച്ചായൻ ഇപ്പോൾ റാണി ആൻറ്റിയെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും തന്നെ ആൻറ്റി പോകുമോ എന്നൊരു ഭയം അലീനയുടെ ഉള്ളിൽ വരികയായിരുന്നു. അലീന റാണിമോളോടായി പറയുന്നുണ്ട്, ആൻറ്റി ഇന്നൊരു പ്രശ്നം നടന്നു വീട്ടിൽ. ചാച്ചനും പപ്പയും തമ്മിൽ തന്നെയാണ്. അതിൻ്റെ വാശിപ്പുറത്തു കൂടിയാണ് ആൻറ്റിയെ വന്ന് പപ്പ കൊണ്ടുപോകുന്നത്. അപ്പോൾ പപ്പയുടെ ഭാഗത്താണ് ശരിയെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് പപ്പ വിളിച്ചപ്പോൾ ആൻറ്റിയെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ ഞാൻ തയ്യാറായത്. അതുകൊണ്ടാണ് ആൻറ്റിയോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ആൻറ്റിയുടെ ചാച്ചൻ വന്ന് വിളിച്ചാൽ ആൻറ്റി ചാച്ചനൊപ്പം ഇറങ്ങിപ്പോകുമോ എന്നറിയാനായിട്ട്. ഇത് കേൾക്കുന്ന റാണിമോള് അലീനയോടായി പറയുന്നുണ്ട്, അങ്ങനെ എനിക്കൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഇപ്പോൾ അലീന പറഞ്ഞില്ലേ പപ്പയുടെ സ്ഥാനത്തായിരുന്നു ശരിയെന്ന് നിനക്ക് തോന്നിയെന്ന്, അതുപോലെ ഇവരിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്കും പൂർണ്ണമായി ബോധ്യപ്പെടണ്ടേ. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയുക തന്നെ വേണം അലീന എന്ന് പറയുകയാണ്. അലീനയും സ്റ്റാൻലിയും മുഖത്തോട് മുഖം നോക്കുകയാണ് റാണിമോളോട് അതൊക്കെ എങ്ങനെയാണ് പറയുക എന്ന്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.